എന്താ ഭംഗി. നല്ല ടേസ്റ്റാണ് ഈ കറി കഴിക്കാൻ. അടിപൊളി ടേസ്റ്റുള്ള ഫിഷ് കറിയാണ്. അപ്പോൾ ഇപ്പം മാങ്ങയും ഇത് കിട്ടുന്ന സമയമല്ലേ, അപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് മീനിപ്പോൾ ഏതായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ ഉണ്ടാക്കാനായിട്ട്. ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാൻ എൻ്റെ കയ്യിൽ 1 കിലോ ചാളയുണ്ട്, വൃത്തിയാക്കി വെച്ചേക്കാണ്. പിന്നെ ഒരു നേന്ത്രക്കായ, വലിയൊരു നേന്ത്രക്കായാണ്, അത് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മാങ്ങ, അതും അരിഞ്ഞു വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇത് നമുക്കൊരു കറി വെക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അരപ്പ് റെഡിയാക്കാം, മീനിൻ്റെ അരപ്പ് റെഡിയാക്കാം. മിക്സിയുടെ ജാറെടുത്തു, അതിനകത്ത് ചെറിയ ഒരു മുറി തേങ്ങ അതിട്ട് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മല്ലി, ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. പിന്നെ എരിക്കനുസരിച്ച് മുളക് പൊടി ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. എന്നിട്ട് ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് നമ്മൾ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കറി വെക്കാൻ തുടങ്ങാം. ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട്, ഗ്യാസ് ഓണാക്കാം. ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഉണ്ട്. ഇങ്ങനെ വെച്ച് കാണിക്കുമ്പോഴാണ് കണ്ടോ എണ്ണയൊന്ന് ചൂടാവുക. എണ്ണയിലോട്ട് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തേ. കടുക് നല്ല ചുമന്ന് പൊട്ടണേ. ഓക്കെ, നമ്മളെ ഉലുവ, കടുകല്ല ഉലുവ പൊട്ടിയേ. ആ പൊട്ടിയ ഉലുവയിലോട്ട് ഒരു ചെറിയ ഒരു സവാള, കൊച്ചുള്ളി ആണെങ്കിൽ ഒരു 7-8 കൊച്ചുള്ളി അരിഞ്ഞിട്ട് കൊടുത്ത് ഇതൊന്ന് വഴന്ന് കിട്ടട്ടെ. ഇതിനകത്തോട്ട് 2 കറിവേപ്പില ഇട്ട് കൊടുത്ത് അതിക്കിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ നന്ദിയുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ സിമ്മിലാണ് വെച്ചേക്കുന്നത്. ഇനി ഇതിലോട്ട് 2 പച്ചമുളക് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണോളം ഇഞ്ചി അരിഞ്ഞത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് അതിട്ട് കൊടുത്ത്, പിന്നെ ഒരു 3 ഇടത്തരം വെളുത്തുള്ളി അല്ലേ അതരിഞ്ഞത് ഇട്ട് കൊടുത്തേ. ഇനി ഇതൊക്കെ ഒന്ന് വഴന്ന് കിട്ടട്ടെ. നമ്മുടെ ഉള്ളിയും സവാളയും എല്ലാം നല്ല വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഇപ്പം നമ്മൾ ഈ അരച്ചുകൊണ്ട് വന്ന അരപ്പില്ലേ അത് ഒഴിച്ചു കൊടുക്കും. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കേ. ഈ അരപ്പിൻ്റെ ഒരു പച്ച മണം ഒന്ന് മാറാൻ വേണ്ടി ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. നല്ല മീഡിയം തീ കിടക്കുകയാണ്. ഓക്കെ, നമ്മുടെ അരപ്പെല്ലാം നല്ല മണമൊക്കെ മാറി നല്ല വഴറ്റിയെടുത്തിട്ടുണ്ടേ. ഭയങ്കരമായിട്ട് വഴറ്റുമല്ല, ഒരു മിനിറ്റോളം ഒന്ന് ഇളക്കിയാൽ മതിയേ. ഇനി ഇതിനകത്ത് നമുക്ക് മിക്സിയുടെ ജാറ് വഴി വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വെച്ച് ഇനി കറിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം. കുറച്ച് ഒഴിക്കാം. കാര്യം മാങ്ങയുണ്ട്, ഇതൊന്നും വലിയ വേവൊന്നുമില്ല. മാങ്ങയും നേന്ത്രക്കായുണ്ട്. ഇതൊന്ന് തിളക്കട്ടെ. നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കേ. മീൻ കവർ ചെയ്ത് കൊടുക്കേ, അല്ല അരപ്പ് കവർ ചെയ്ത് കൊടുക്കുക. അരപ്പ് തിളച്ചിട്ടുണ്ട്. ഈ തിളച്ച അരപ്പിലോട്ട് ഞാൻ ഈ അരിഞ്ഞു വെച്ചിരുന്ന നേന്ത്രക്കായില്ലേ അതിട്ട് കൊടുക്കാം. അതിനകത്ത് ഒരു മാങ്ങ അരിഞ്ഞതേ അതിട്ട് കൊടുക്കാം. ഇച്ചിരി പുളിയുള്ള മാങ്ങയാണ്, ചെറിയൊരു മാങ്ങയുണ്ട്. ഇനി ഇതിലോട്ട്
ഈ മീനിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് നമ്മളിപ്പോൾ എടുത്ത് വെച്ചേക്കുന്ന മീനില്ലേ അതും ഇട്ട് കൊടുക്കാം. തീ ഫുള്ളിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിളച്ച് കഴിഞ്ഞിട്ട് ഇത് മീഡിയത്തിലിട്ടിട്ട് ഒരു 7-8 മിനിറ്റ് വേവിക്കണം. കാര്യം പച്ചക്കായുണ്ട്, പച്ച നേന്ത്രക്കായാണേ, പിന്നെ മാങ്ങയുണ്ട്, മീനുണ്ട്. മീനൊന്നും ചാളയില്ലേ, വേവാനൊന്നും അധികം സമയം എടുക്കില്ല. പിന്നെ തിളച്ച് കഴിയട്ടെ. നമ്മുടെ മീൻ നോക്കിയേ, നല്ല തിളച്ച് ഉണ്ടല്ലേ, നല്ല തിളച്ച് തീ ഫുള്ളിൽ കിടക്കുകയാണ്. ഇനിയിപ്പം ഞാനിത് കവർ ചെയ്തിട്ട് നമുക്ക് തീ മീഡിയത്തിൽ വെക്കാം. ഇനി ഒരു 8 മിനിറ്റ് ഇങ്ങനെ ഇടന്ന് തിളയ്ക്കട്ടെ. ഇടയ്ക്കൊന്ന് ചുറ്റി കൊടുക്കണേ. നമ്മുടെ മീൻ കറി നോക്കേ. ഓക്കെ, നല്ല മണം. ഒന്ന് ചുറ്റിച്ചു കൊടുക്കേ. മീനും മാങ്ങയും പച്ചക്കായും ഒന്നും വെന്ത് കുഴഞ്ഞിട്ടില്ല, നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ച് കൊടുക്കേ. ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, ചൂടാവട്ടെ. ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ, ഒരു ശകലം, ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മീനിനകത്തോട്ട് ഒരു 4 പച്ചമുളക് 2ആയിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചൂടായ എണ്ണയിലോട്ട് 2 മുളക് മുറിച്ചിട്ട് കൊടുക്കേ. അത് ഗ്യാസ് ഓഫാക്കാം. 2 കറിവേപ്പില ഇട്ട് കൊടുത്ത് ഗ്യാസൊക്കെ വെച്ച് കൊടുക്കും. ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓഫാക്കാം. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. നല്ല ടേസ്റ്റാണ് ഈ കറി കഴിക്കാൻ. ഞാനിത് കുറച്ച് ചോറിനകത്ത് ഒഴിച്ച് കാണിച്ചേരേ. ഓക്കെ, ഞാൻ കുറച്ച് ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് കറി വിളമ്പാം നമുക്ക്. നല്ല ടേസ്റ്റായത് ചോറിനകത്ത് ഒഴിച്ച് കഴിക്കാനായിട്ട്. അടിപൊളി ടേസ്റ്റുള്ള ഫിഷ് കറിയാണ്. അപ്പം ഇപ്പം മാങ്ങയും ഇത് കിട്ടുന്ന സമയമല്ലേ, അപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ട്, മീനിപ്പോൾ ഏതായാലും നല്ല ടേസ്റ്റായിരിക്കും ഇതുപോലെ ഉണ്ടാക്കാനായിട്ടെ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുന്ന ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട്. ഓക്കെ, നല്ല ടേസ്റ്റി ആയിട്ടൊരു ഫിഷ് കറിയാണ്. ഞാൻ ഗ്യാസിന് താഴോട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. ഇപ്പം ചാളയും കിട്ടുന്ന സമയമാണ്, മാങ്ങയൊക്കെ ഉള്ള സമയമാണ്. അപ്പം നല്ലൊരു സൂപ്പർ കറിയാണേ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.